കിട്ടിയിരിക്കുന്നത് ഒരു ഈസി കുക്കിൻ്റെ ഇൻഡക്ഷൻ കുക്കറാണ്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇത് വേറൊരു കടയിൽ നിന്ന് നോക്കിയിട്ട് കൊടുന്നതാണ്. അപ്പോൾ ആ ടെക്നീഷ്യൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ IC മാറ്റിയിട്ടു. അപ്പോൾ ഇതിൽ വേണ്ടത് വേറെ നമ്പർ IC ആണ്. ICയുടെ നമ്പർ അറിയില്ല. ഇയാൾ മാറ്റിയിട്ടത് വൈപ്പർ 12A എന്ന IC ആണ്. സാധാരണ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഉണ്ടാകുന്ന IC ആണ്. അപ്പോൾ ഒരുപാട് നേരത്തെ തെരച്ചിലിന് ശേഷം മനസ്സിലായത് ആ IC അവിടെ മാറിയിട്ടിട്ടുണ്ട്. കാരണം അതിൻ്റെ PCBയിൽ പ്രിൻറ്റും ഒക്കെ നോക്കുമ്പോൾ അത് നമ്മളെ വൈപ്പർ 12A ICക്ക് പറ്റിയ ഫുഡ് പ്രിൻ്റൊന്നുമല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ നമ്പർ ICയുടെ നമ്പർ കണ്ടെത്താൻ വേണ്ടിയിട്ട് വേറെ ബോർഡൊക്കെ നോക്കി. അപ്പോൾ വേറെ ബോർഡിൽ ആ സ്ഥാനത്ത് വൈപ്പറിൻ്റെ IC തന്നെയാണ്. പക്ഷേ ആ ബോർഡിലൊക്കെ അതിൻ്റെ ഫുഡ് പ്രിൻ്റ് വൈപ്പറിന് പറ്റിയ സെയിം പ്രിൻ്റ് തന്നെയാണ്. ഇത് TP023/-M എന്ന് പറയുന്നൊരു PCB ആണ്. ഈസി കുക്കറിന് വരുന്ന ഒരു PCB ആണ്. സെയിം നമ്പറിൽ തന്നെ വേറെ ബോർഡുണ്ട്. പക്ഷേ ഇതിൻ്റെ IC നമ്പർ വ്യത്യാസമുണ്ട്. അതിൻ്റെ PCBയിലുള്ള ഫുൾ പ്രിൻ്റൊന്നും ലൈൻസൊന്നും ശരിയല്ല. അപ്പോൾ അത് വൈപ്പറിന് പറ്റിയ ലൈനുമല്ല. അപ്പോൾ വേറെ IC ആണ്. അപ്പോൾ അതിൻ്റെ പിൻ കോൺഫിഗറേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ ഈ IC കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മളെ ലോ പവർ സെക്ഷനുള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ ലോ പവർ സെക്ഷനുള്ള പിന്നെ 2 വോൾട്ടേജ് 5 വോൾട്ടും 18 വോൾട്ടും ഫാനിന് വേണ്ടിയുള്ള 18 വോൾട്ടും നമുക്ക് അവിടെ ഫിക്സ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടയിലൊക്കെ വാങ്ങിയിട്ടൊരു മൊഡ്യൂള്, ആ മൊഡ്യൂള് നമുക്ക് ഉപയോഗിക്കാം. ഈ മൊഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് SMPS നമുക്ക് കംപ്ലൈൻ്റ് SMPSൻ്റെ സ്ഥാനത്ത്, അഥവാ ലോ പവർ സപ്ലൈ ആവശ്യമുള്ള സ്ഥാനത്ത് നമുക്ക് ഈ ബോർഡിൽ വരുന്നത് 12 വോൾട്ട് 5 വോൾട്ട് 18 വോൾട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് 5 വോൾട്ട് എടുത്തിട്ട് ഇതിൻ്റെ മദർ ബോർഡിൽ കൊടുക്കുക. അതേമാതിരി 18 വോൾട്ടും കൊടുക്കുക. 12 വോൾട്ട് നമുക്ക് ആവശ്യമില്ല. കാരണം ചില ഫാനുകൾക്ക് വേണ്ടിയിട്ട് 12 വോൾട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ബോർഡിൽ നമുക്ക് ആവശ്യമുള്ളത് 18 വോൾട്ടും 5 വോൾട്ടുമാണ്. അപ്പോൾ നമുക്കിത് വയർ ചെയ്തിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാം. അപ്പോൾ ആ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന IC ഏത് IC ആണോ എടുത്ത് ഒഴിവാക്കണം. പിന്നെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ ഒരു 400 വോൾട്ടിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്റർ ഉണ്ടാവും, അത് ഒഴിവാക്കണം. പിന്നെ 18 വോൾട്ട് വരുന്നിടത്ത് ഒരു 25 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ടാകും, അത് ഒഴിവാക്കണം. അതേപോലെ 16 വോൾട്ട് 5 വോൾട്ടിൻ്റെ സിസ്റ്റം ICക്ക് പവർ കൊടുക്കുന്ന അത് ഒഴിവാക്കണം. എന്നിട്ട് ഈ മൊഡ്യൂളിൻ്റെ ഔട്ട് എടുത്തിട്ട് PCB നമ്മൾ മെയിൻ PCB കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ലോ പവർ സെക്ഷനിലുള്ള ഫാൾട്ടുകളൊക്കെ നമുക്ക് ശരിയാകും. ഇതിന് വേണ്ടിയിട്ട് നല്ല 2 വയർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം AC കൊടുക്കുന്നിടത്ത് നല്ല ഒരു വയർ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് സോൾഡർ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. പിന്നെ അത് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് നെഗറ്റീവും റെഡ് പോസിറ്റീവുമാണ്. അപ്പോൾ ഈ പോസിറ്റീവ് നമ്മുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവ് മെയിൻ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിലും കൊടുക്കണം മെയിൻ വയർ. പിന്നെ ഔട്ട്പുട്ട് ഞാൻ 3 വയർ എടുത്തിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് ഗ്രൗണ്ടാണ്, പിന്നെ റെഡ് 18 വോൾട്ട്, പിന്നെ അപ്പുറത്തൊരു ഗ്രേ കളർ വയർ, അത് 5 വോൾട്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ 25 വോൾട്ട് കപ്പാസിറ്റർ പറിച്ചെടുത്തിട്ട് അവിടെ നമ്മൾ ഈ റെഡ് കളർ വയർ അവിടെ സോൾഡർ ചെയ്യുക. പിന്നെ ഗ്രൗണ്ട് കോമൺ ആയിട്ട് കൊടുത്താൽ മതി. രണ്ടിൻ്റെ ഏതെങ്കിലും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് കൊടുത്താൽ മതി. പിന്നെ ഗ്രേ വയർ നേരെ 5 വോൾട്ടിൻ്റെ ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെ ഒരു പോസിറ്റീവ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് ഞാനിത് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരിക്കലും വയർ മാറി കൊടുക്കരുത്. പിന്നെ ഈ പ്ലസും മൈനസും മാറി ഇൻ്റർചേഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡ് പോവും.
വളരെ ശ്രദ്ധിച്ച് വേണം കൊടുക്കാം. അതേപോലെ PCBയിൽ ചെയ്യുമ്പോൾ ഷോർട്ടാവും ചെയ്യരുത്. കണക്ഷൻസൊക്കെ അടുത്തടുത്ത് കണക്ഷൻ അയക്കുമ്പോൾ അത് ഷോർട്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഈ സോക്കറ്റ് ഉണ്ടെങ്കിൽ, ഔട്ട്പുട്ടിൽ സോക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒന്ന് വൃത്തിയായി കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇതിൽ നിന്ന് പറിച്ച് കളയണം. അതായത് പവർ സെക്ഷനിൽ വരുന്ന ലോ പവർ സെക്ഷനിൽ വരുന്ന IC, അതേപോലെ കപ്പാസിറ്റേഴ്സ്, മെയിൻ കപ്പാസിറ്റേഴ്സ് എല്ലാം പറിച്ച് കളഞ്ഞ് മെയിൻ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവിൽ ബ്ലാക്ക് വയറും പോസിറ്റീവിൽ പ്ലസ് റെഡ് വയറും കണക്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മൾ അതിൻ്റെ വോൾട്ടേജ് ഒന്ന് അളന്ന് നോക്കുക. അതിൻ്റെ ഔട്ട്പുട്ടിൽ സെയിം വോൾട്ടേജൊക്കെ വരുന്നുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ. വോൾട്ടേജ് ചെക്ക് ചെയ്ത ശേഷം വേണം മാത്രമേ നമ്മൾ മെയിൻ PCBയിൽ കണക്ട് ചെയ്യാവൂ. ഓക്കെ. അല്ലെങ്കിൽ വേറൊക്കെ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സിസ്റ്റമൈസ് വരെ കംപ്ലൈൻ്റ് ആവും. വളരെ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ റെഡ് വയറിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 18 വോൾട്ട് ഉണ്ട്. അതേപോലെ നമ്മുടെ ചുവന്ന വയറിൽ നമുക്ക് 5 വോൾട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മൊഡ്യൂൾ ഓക്കെയാണ്. നമുക്കിനി ഇത് മെയിൻ ബോർഡിലോട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ മാക്സിമം നമ്മൾ ഈ IC ഉള്ള ബോർഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. കാരണം വൈപ്പർ 12A IC ഒക്കെ നമുക്ക് സുലഭമായിട്ട് മാർക്കറ്റിൽ കിട്ടും. പക്ഷേ ഇതിൽ ഈ IC മാറ്റിയിട്ടുകൊണ്ട് ഈ നമ്പർ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നത്. അല്ലാത്ത നേരത്തൊക്കെ നമ്മൾ ശരിക്ക് അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിൽറ്റർ കപ്പാസിറ്റി ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ 25 വോൾട്ട് കപ്പാസിറ്റി ഇപ്പോൾ മാറി. നമ്മൾ ഈ കേബിളെല്ലാം കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഈ ബോർഡൊന്ന് നമുക്ക് ഓണാക്കി നോക്കാം. ഓക്കെ. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ ബീപ്പ് സൗണ്ട് ഉണ്ടായാൽ നമ്മുടെ ബോർഡ് സക്സസ് ആണ്. അപ്പോൾ നമ്മൾ പവറൊന്ന് ഒരു മിനിറ്റ് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഓക്കെ. റെഡിയാണ് സംഭവം.